ആകെയുണ്ടായിരുന്ന പ്ലാസ്റ്റിക് മേൽക്കൂരയും തകർന്നതോടെ നീലേശ്വരം മീൻ മാർക്കറ്റിലെ മത്സ്യവിതരണ തൊഴിലാളികൾ ദുരിതത്തിൽ. വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലുമാണ് ദേശീയപാതയോരത്തെ നഗരസഭ മീൻ മാർക്കറ്റിന്റെ പ്ലാസ്റ്റിക് മേൽക്കൂര തകർന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. നീലേശ്വരത്തെ മത്സ്യവിതരണ തൊഴിലാളികൾ അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയാണ്. മത്സ്യവില്പന കേന്ദ്രം വേണമെന്ന ആവശ്യം ഒരു ഭാഗത്ത് വാഗ്ദാനമായി നിൽക്കുമ്പോഴാണ് ആകെയുണ്ടായിരുന്ന പ്ലാസ്റ്റിക് മേൽക്കൂരയും തകർന്നത്. വെള്ളിയാഴ്ച പെയ്ത ശക്തമായ മഴയിൽ പ്ലാസ്റ്റിക് മേൽക്കൂരയിൽ വെള്ളം കെട്ടിനിന്നതാണ് മേൽക്കൂര തകരാൻ കാരണമായത്. ആയിരക്കണക്കിന് ആളുകൾ മത്സ്യം വാങ്ങാനായി ആശ്രയിക്കുന്ന നഗരസഭയിലെ മീൻ മാർക്കറ്റിന്റെ ദയനീയ അവസ്ഥയാണിത്. നേരത്തെ പുഴയോരത്തോട് ചേർന്നായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ ദേശീയപാതയുടെ പണികൾ തകൃതിയായതോടെയാണ് ഇത് മാർക്കറ്റ് കവലയ്ക്ക് സമീപം ചെറുവത്തൂർ ഭാഗത്തേക്ക് ബസ് തിരിയുന്നതിനിടത്തേക്ക് മാറ്റിയത്. ദേശീയപാതയുടെ പണി കഴിഞ്ഞ് സൗകര്യപ്രദമായ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തി തരാമെന്ന് നഗരസഭ ഇവർക്ക് ഉറപ്പു നൽകിയിരുന്നു. ഇത് മുൻനിർത്തിയാണ് ധീവരസഭ ഇടപെട്ട് ഇവിടെ കമ്പുകൾ നാട്ടി പ്ലാസ്റ്റിക് മേൽക്കൂരിയിട്ട് ഇവരെ വെയിലും മഴയും കൊള്ളാതെ കാത്തത്. ഇതാണ് വെള്ളിയാഴ്ച പെയ്ത മഴയിൽ പൊട്ടിവീണത്. ഓരോ ദിവസം കഴിയും തോറും ഇത്തരത്തിലുള്ള അസൗകര്യങ്ങൾ കൂടി വരുന്നതാണ് തങ്ങളുടെ അനുഭവമെന്ന് മീൻ വിൽപ്പന നടത്തുന്നവർ പറയുന്നു. അതന്നെ ഇത് മാർക്കറ്റാ. മാർക്കറ്റ് എല്ലായിടത്തും മാർക്കറ്റ് ഈ മാർക്കറ്റ് എന്തൊന്ന് മാറിയിട്ട് ഇരിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ആകുമ്പോ അതും ഇതും വന്നിട്ട് പോകുന്നു. മഴ പെയ്യുന്ന ഇപ്പൊ മഴക്കറിയാൻ പറ്റാതെ കുട വരില്ല നമ്മളൊക്കെ. ഇതുകൂടിയായതോടെ 16 പേർ മാത്രമാണ് ഇവിടെ ഇപ്പോൾ മീനുമായി എത്തുന്നത്. ഇതിൽ തന്നെ സ്ഥിരമായി വരുന്നവരും കുറവാണ്. പൊട്ടിവീണ മേൽക്കൂര സ്ത്രീ തൊഴിലാളികൾ തന്നെ കസേര വെച്ച് കയറി നിന്ന് കെട്ടിയൊരുക്കുന്നത് കണ്ട് സമീപത്തെ ഓട്ടോക്കാരും സഹായത്തിനെത്തി. ഇതോടെയാണ് ഇത് താൽക്കാലികമായി വലിച്ചു കെട്ടാനായത്. മഴ കനത്തു തുടങ്ങിയാൽ ഇതിനിടയിൽ കച്ചവടം തുടരാൻ സാധ്യമല്ലെന്ന സ്ഥിതിയാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.